പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയൽക്കാരനായ വിഷ്ണുവിൻ്റെ വീട്ടിലായിരുന്നു കൊലപാതകം നടന്നത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, പത്തനംതിട്ടയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ക്രൂര കൊലപാതകങ്ങൾ നടന്നത്. വിഷ്ണു എന്ന് പറയുന്ന ആളെയും 30 വയസ്സുള്ള വിഷ്ണുവിനെയും ഭാര്യ വൈഷ്ണവിയുമാണ് ബൈജു എന്ന് പറയുന്നയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഇവർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങൾ, വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് തൊട്ടടുത്തുള്ള ഈ സുഹൃത്തായിട്ടുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഈ പ്രശ്നം നീളുകയും ഈ ഭാര്യ ഓടിക്കയറുകയും ഒക്കെ ആയിരുന്നു. പിന്നീട് അവിടെ വെച്ച് നടന്ന സംഘർഷത്തിനിടയിലാണ് രണ്ടുപേരെയും ബൈജു കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ല. ബൈജു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രി തന്നെ കൂടൽ പോലീസ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്തെന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമായിരിക്കും എന്താണ് ഈ അക്രമത്തിനുള്ള കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. ഇരുവരുടെയും തലയിൽ കൊടുവാൾ കൊണ്ട് തലയടക്കമുള്ള ശരീരഭാഗങ്ങളിൽ മാരകമായ മുറിവേറ്റിരുന്നു. വൈഷ്ണവി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയും വിഷ്ണു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിലുമാണ് മരിച്ചത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. വിഷ്ണുവിന്റെയും വൈഷ്ണവിയുടെയും രണ്ടുപേരുടെയും തലയടക്കമുള്ള ശരീരഭാഗങ്ങളിൽ മാരകമായ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഷ്ണവി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. പിന്നീട് വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലും മരണപ്പെടുകയുമായിരുന്നു. എന്തായാലും ഈ സംഭവത്തെ സംബന്ധിച്ച് എന്താണ് കാരണം എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. സാമ്പത്തിക തർക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ നിലനിന്നിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ പ്രാഥമികമായി പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യൽ ഇനി ബൈജുവിന്റെ നടത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ സമയം പിന്നിടുമ്പോൾ ഇന്ന് പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം കാര്യമായ വിവരങ്ങളൊന്നും ബൈജുവിൽ നിന്ന് ലഭ്യമായിട്ടില്ല. എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് ഇനി വരും മണിക്കൂറുകളിൽ ബൈജുവിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. വിഷ്ണുവും ബൈജുവും ഏറെക്കാലമായി സുഹൃത്തുക്കളാണ്. നേരത്തെ ഒരുമിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. മുൻപരിചയമുള്ള ആളുകൾ, സുഹൃത്തുക്കൾ. ഇവർ തമ്മിൽ ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നതിന് കാരണമായ ആ പ്രശ്നം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. വൈഷ്ണവിക്ക് 27 വയസ്സും വിഷ്ണുവിന് 34 വയസ്സുമാണ് പ്രായം ഉള്ളത്. ഈ അയൽവാസികളായിട്ടുള്ള, സുഹൃത്തുക്കളായിട്ടുള്ള, മുൻപരിചയ ഏറെയുള്ള ഈ ആളുകൾ തമ്മിലുള്ള തർക്കം, ഒപ്പം ഭാര്യ അടക്കമുള്ള കൊന്നിരിക്കുന്ന ഈ ഒരു സംഭവം, ക്രൂര കൊലപാതകം, ഇതിന് പിന്നിലുള്ള സംഭവത്തെ പറ്റി വിശദമായി അറിയുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. കോന്നി പോലീസ് ഡിവൈഎസ്പിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല ഉള്ളത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇന്നലെ സംഭവ സ്ഥലത്ത് എത്തുകയും വിശദാംശങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് രാവിലെയും പോലീസ് സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ മാരകായുധങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട്. ഈ കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ക്രൂരമായിട്ടുള്ള കൃത്യം ഇയാൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മാരകായുധങ്ങളടക്കം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി വിശദമായിട്ടുള്ള തെളിവുകളിലൂടെയും തെളിവെടുപ്പുകളടക്കം പൂർത്തിയാക്കിക്കൊണ്ട് രാവിലെ തന്നെ പ്രാഥമിക ഘട്ടത്തിലുള്ള പരിശോധനകൾ പോലീസ് സംഭവ സ്ഥലത്തെത്തി നടത്തും. തുടർന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ. ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ട സമയത്തായതുകൊണ്ട് തന്നെ എന്താണ് കാരണം, ഈ പ്രലോഭന കാരണം എന്താണെന്ന് ഏതെങ്കിലും തരത്തിൽ ഈ ബൈജുവിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നിരിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ കൊലപാതകം നടന്നത്. ഭർത്താവ് ഭാര്യയെയും ഒപ്പം തന്നെ അയൽവാസിയായിട്ടുള്ള സുഹൃത്തിനെയുമാണ് മാരകമായി മുറിവേൽപ്പിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. നിഖിൽ. ശരി മിഥുൻ, പത്തനംതിട്ട കൂടൽ ഒരു കൊലപാതകം. പാടത്ത് യുവാവ് ഭാര്യയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നിരിക്കുന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ മാത്രമേ ഈ കൊലപാതകത്തിൻ്റെ കാരണം വ്യക്തമാകൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി.